ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്നതാണ്. സോ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഒരു കാര്യം പറയുന്നതിനാണ് കേട്ടോ. സാധാരണ നമ്മുടെ മെജൂസ് പാർക്കിൻ്റെ ആ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കണക്ഷൻ ഫ്ലൈറ്റ്, അതുപോലെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നവർക്കുള്ള എല്ലാതും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. കാരണം നേരിട്ട് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിനാണ്, കണക്ഷൻ ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പോൾ ജിദ്ദ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ചെന്നൈ, ഇങ്ങനെയാണ് പോകുന്നത്. സാധാരണ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിന് വരുന്ന സമയത്ത് സെയിം ഫ്ലൈറ്റ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡിഗോ ആണെങ്കിൽ വീണ്ടും നമ്മൾ ഇൻഡിഗോ തന്നെയാണ് കണക്ഷൻ ഫ്ലൈറ്റ് എങ്കിൽ നമുക്ക് ലഗേജ് ഒന്നും എടുക്കണ്ട, നമ്മൾ നേരെ ട്രാൻസിഷൻ ആയിട്ടാണ്, അങ്ങനെയാണ് ട്രാൻസിഷൻ ഇതാക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ നേരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അടുത്ത ഗേറ്റ് നമ്പർ എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ ഇതിൽ ഇപ്രാവശ്യം നമ്മൾ ഇൻഡിഗോക്കാണ് അവിടുന്ന് വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ചെന്നൈയിലേക്കും നമുക്കിനി ഒരു 4:30 ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ നേരെ കൂളായിട്ട് വരികയാണ്. കാരണം സാധാരണ നമ്മൾ ദുബൈയിലോ അബുദാബിയിലോ ഖത്തറിലോ അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ ഫ്ലൈറ്റിന് വരാറുണ്ട്, നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടേക്ക് അങ്ങനെ തന്നെയാണ്. സെയിം ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ലഗേജ് ഒന്നും എടുക്കണ്ട. പക്ഷേ ഇനി നാട്ടിലേക്ക് ഇങ്ങനെ വരുന്നവർ നിങ്ങൾ നോട്ട് ചെയ്തോ കേട്ടോ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ജിദ്ദ ടു ബാംഗ്ലൂർ വന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയല്ലോ. അപ്പോൾ ഇനി അടുത്തത് ഡൊമസ്റ്റിക് തന്നെയാണല്ലോ ഫ്ലൈറ്റ്. ഇവിടുന്ന് ബാംഗ്ലൂർ ടു ചെന്നൈ ആണല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് വന്ന് നമ്മുടെ ലഗേജ് നമ്മൾ എടുക്കണം. അതാണ് ഒരു ഡിഫറൻസ് എനിക്ക് വന്നത്. അല്ലെങ്കിൽ നമ്മളിത് അറിയില്ലേ, നമ്മുടെ അവിടെ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരാ പറഞ്ഞത് ലഗേജ് നമ്മൾ എടുത്ത് പിന്നെ നമ്മൾ എമിഗ്രേഷൻ്റെ അവിടെ പോയി പാസ്പോർട്ട് കാണിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസ് അത് ചെയ്തു. അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് ബാംഗ്ലൂരിൽ വീണ്ടും നമ്മുടെ ലഗേജ് അവിടെ കൊടുക്കുകയാണ്. പിന്നെ ചെന്നൈയിലേക്കുള്ള ലഗേജ് നമ്മൾ സാധാ എയർപോർട്ടിൽ കയറിയ കൊടുക്കൂലേ, അവിടെ തന്നെ എല്ലാവരും ഇതിലിങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ വരുന്നത് ടെർമിനൽ 1 അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ വന്ന് എക്സിറ്റിൽ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പുറത്തിറങ്ങിയാൽ ബാംഗ്ലൂർ അവിടെ പോകാനാ, നമുക്ക് നേരെ ചെന്നൈയിലേക്ക് പോകാനുള്ളതാണ്. പക്ഷെ അവിടെ വരുമ്പോൾ അവർ പറഞ്ഞു ഇനി അവിടുന്ന് ഷട്ടിൽ ബസ്സായിട്ട് അത് കിട്ടും, അതിനകത്ത് കയറിയിട്ട് പിന്നെ ടെർമിനൽ 1 വന്നു. ടെർമിനൽ 1 വന്ന് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ സാധാരണ അറിയാമല്ലോ, നമുക്കൊരു 3 hours മുമ്പാണ് ചെക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്റ്റാർബക്കിൻ്റെ മുന്നിൽ വന്നൊരു കോഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇനി നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ലഗേജ് എടുക്കണ്ടെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, സെയിം ഫ്ലൈറ്റ് ആണെങ്കിലും അതും ഇൻഡിഗോയിൽ നമ്മൾ ഇവിടെ വന്ന്, അതായത് ഇന്ത്യയിലേക്കാണല്ലോ നമ്മൾ സൗദിയിൽ നിന്ന് വരുന്നത്, ഇന്ത്യയിൽ വന്ന് ലാൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇനി അടുത്തത് ചെന്നൈ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ അത് ഡൊമസ്റ്റിക് ആയി അല്ലേ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അല്ല. അതുകൊണ്ടായിരിക്കാം മേ ബി. കാരണം നമ്മൾ നേരെ സൗദിയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത ഉടനെ പിന്നെ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ബാക്കിയുള്ളത് ഇനി നമ്മൾ ചെന്നൈയിൽ പോകുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യാം. ഇത് ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.